ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹും അവൻ്റെ മലക്കുകളും ഹബീബിന് വേണ്ടി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സ്വലാത്ത് അനുഗ്രഹവർഷമാണ്. അള്ളാഹു സമയമുണ്ടാക്കിയവനാണ്. അള്ളാഹു ഇന്നും ഇന്നലെയും നാളെയും നമ്മൾ സൃഷ്ടികൾക്കും ഈ ദൃശ്യപ്രപഞ്ചത്തിലും മാത്രമേ ബാധകമുള്ളൂ. പ്രപഞ്ചത്തിനപ്പുറത്ത്, സൃഷ്ടിക്കപ്പുറത്ത് സമയമില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സമയത്തിന് അതീതനാണ്. അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ എപ്പം മുതൽ കണക്കില്ല, എവിടെ മുതൽ തുടങ്ങി കണക്കില്ല. അള്ളാഹുവിൻ്റെ ദാത്തെന്നുണ്ടോ അവിടെ മുതൽ ഹബീബിൻ്റെ സ്വലാത്തുണ്ടെന്ന് അതിനർത്ഥം. കാരണം നമ്മളെപ്പോലെ നബി തങ്ങളുടെ കാലത്തിന് മുമ്പ് ശേഷം ഇതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല. അള്ളാഹു ഹബീബിനങ്ങ് അങ്ങനെ അള്ളാഹു തിരഞ്ഞെടുത്തതാ. എന്തേ കാരണം എന്നറിയോ? കാന അക്സറ മൻ അസ്ലഹ ഫിൽ അർള്. തങ്ങൾ എന്തിനാ അള്ളാഹു ഇങ്ങനെ തിരഞ്ഞെടുത്തു എന്നതിന് കാരണം മഹാന്മാർ പറയുന്നത്, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നന്മ ചൊരിഞ്ഞത് നബി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനറേഷൻ ടു ജനറേഷൻ നബി തങ്ങൾ മാറ്റം വരുത്തിയില്ലേ? നമ്മുടെ മനസ്സുകളിൽ കയറിയില്ലേ? കോടിക്കണക്കിന് ആളുകളുടെ ഖൽബിൽ ഹബീബ് ജീവിച്ചിരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് തങ്ങളുടെ അസുലും ഫർഉം തങ്ങളുടെ മധ്യവും അള്ളാഹു തആല മുറിച്ചെടുത്തു എന്നാ പറയാ. എങ്ങനെ? മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല, ഉപ്പ മരിച്ചു. 6 വയസ്സപ്പോഴേക്കും ഉമ്മയും മരിച്ചു. ഉമ്മയും ഉപ്പയില്ല. എന്നാൽ ആൺമക്കളുണ്ടോ? ഒരു വാപ്പയുടെ ലെഗസി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആൺമക്കൾ വേണം. ആൺമക്കളുണ്ടോ? അവരുമില്ല. ജ്യേഷ്ഠാനുജന്മാരുണ്ടോ? ആങ്ങളെ പെങ്ങളുണ്ടോ? അവരുമില്ല. മുലകുടി ബന്ധത്തിലെ ഷൈമാ ബീവിയുണ്ട് എന്നല്ലാതെ സഹോദരനും സഹോദരിയുമില്ല, ഉമ്മയും വാപ്പയുമില്ല, പ്രായപൂർത്തിയായ മക്കളും നബി തങ്ങൾക്കില്ല. തങ്ങളെ മാത്രം അള്ളാഹു കൊണ്ട് തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. ആ ഹബീബിനെ കൊടുത്ത തർബിയത്ത് അള്ളാഹുവിൻ്റെ സംരക്ഷണമാണ്, അള്ളാഹുവിൻ്റെ തർബിയത്താണ്. വല്ലാഹു യഅ്സിമുക മിനന്നാസ്. വാപ്പ നന്നാക്കിയെടുത്തു, വാപ്പ പഠിപ്പിച്ചുണ്ടാക്കിയ മോനാണ്, അങ്ങനെ പറയാനില്ല. ഭാര്യയെ കൊണ്ട് നന്നായ ഭർത്താവ, അങ്ങനെയും പറയാനില്ല. പുണ്യനബി തങ്ങൾ ആദ്യമേ അഹ്സനുൽ ഖൽഖി വൽ ഖുലുഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളിലൂടെ അത് കൈമാറപ്പെടാനും ഇടയില്ല, മക്കളിലൂടെ നിലനിൽക്കപ്പെടാനും ഇടയില്ല. നബി തങ്ങൾ മാത്രമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.